ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 24, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം. നമ്മളെന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു മാറ്റമുണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ജനുവരി 24 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മൗണ്ട് എവറസ്റ്റ് ബിക്കംസ് മോർ എക്സ്പെൻസീവ് ഫോർ മൗണ്ടേഴ്സ്. പർവ്വതാരോഹകർക്ക് എവറസ്റ്റ് കൊടുമുടി കൂടുതൽ ചിലവേറിയതായി മാറുന്നു. മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചുള്ള വാർത്തയാണ്, അതായത് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ഫീ അത് കൂട്ടുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പർവ്വതാരോഹകർക്ക് എവറസ്റ്റ് കീഴടക്കാൻ അനുമതി നൽകുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. മൗണ്ട് എവറസ്റ്റ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേപ്പാളിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് മൗണ്ട് എവറസ്റ്റ് കയറാൻ സാധിക്കുകയുള്ളൂ. മൗണ്ട് എവറസ്റ്റിലേക്കുള്ള കവാടം എന്ന് പറയുമ്പോൾ അത് നേപ്പാളാണ്. നേപ്പാൾ സർക്കാരിൻ്റെ പെർമിഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിരുന്നു ഇന്നലത്തെ വാർത്തയാണ്, അതായത് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ച കാര്യം. 2025 സെപ്റ്റംബർ മുതൽ പർവ്വതാരോഹകർക്ക് എവറസ്റ്റ് കീഴടക്കാൻ നേപ്പാൾ എത്ര പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചു? $15,000. $15,000 ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നേപ്പാൾ ഗവൺമെന്റിന്റെ വർധനവ്. $12,000 ആയിരുന്നു പെർമിറ്റ് ഫീ. എന്നാൽ അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റം അനുസരിച്ച് വരാൻ പോകുന്ന സെപ്റ്റംബർ മുതൽ എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ $15,000 നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതായത് ഇന്ത്യൻ റുപ്പി പറയുമ്പോൾ ഏകദേശം 13 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ട് ഒരു പെർമിറ്റ് ഒരു വ്യക്തിക്ക് എവറസ്റ്റ് കീഴടക്കാനുള്ള ആ ഒരു ഫീസ് എന്ന് പറയുമ്പോൾ. എന്നാൽ ഇന്നലത്തെ ചില വാർത്തകളിൽ ചില മൗണ്ടനേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, ഈ ഫീസ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം അവരുടെ സ്വപ്നമായിരിക്കാം മൗണ്ട് എവറസ്റ്റ് കീഴടക്കുക. അപ്പം എത്ര ഫീസ് കൊടുത്താൽ പോലും അതിലേക്ക് ആ ഒരു എവറസ്റ്റ് കീഴടക്കുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവരുടെ ആ സ്വപ്നം അവർ കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കും. $15,000 ആണ് വരാൻ പോകുന്ന സെപ്റ്റംബർ മുതൽ. ഇപ്പോഴത്തെ ഫീസ് ആണ് $12,000. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 14 കൊടുമുടികളിൽ നേപ്പാളിൽ എത്ര കൊടുമുടികൾ 8,000 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ട്? 8. ഇന്ന് 8,000 മീറ്ററിന് മുകളിൽ ഉള്ള ലോകത്തിലെ 14 കൊടുമുടികളിൽ 8 കൊടുമുടി അത് നേപ്പാളിലാണ്. നേപ്പാളിലെ ഈ 8 കൊടുമുടികൾ അറിയപ്പെടുന്നത് 8,000 എന്ന പേരിലാണ്. 8,000. ഇപ്പം 8,000 എന്ന് പറയുന്ന 8 കൊടുമുടികൾ ഇന്ന് നേപ്പാളിലാണ്. അതായത് 14 വേൾഡ് ടോളസ്റ്റ് പീക്സ് ഉള്ള ഈ ലോകത്ത് 8 നേപ്പാളിലാണ്. ഒരു വർഷത്തിൽ ശരാശരി എത്ര പർവ്വതാരോഹകർ എവറസ്റ്റ് കീഴടക്കാൻ ശ്രമിക്കുന്നു? ഏകദേശം 800 പേർ. ഏകദേശം 800 പേരാണ് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി ഒരു വർഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വാർത്ത എന്ന് പറയുമ്പോൾ ഏകദേശം 200ഓളം പേരുടെ ഡെഡ് ബോഡീസ് ഇപ്പോഴും റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടറിങ് എന്ന് പറയാൻ പറ്റും മൗണ്ട് എവറസ്റ്റ്. അത് കീഴടക്കുക എന്ന് പറയുമ്പോഴും അത്ര ഈസി അല്ല. നിരവധി പേരാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന ആ ഒരു വേളയിൽ കൊല്ലപ്പെടുന്നത്. അത്രയും ടഫ് ആയിട്ടുള്ള ലോകത്തിലെ ദ ഹയസ്റ്റ് മൗണ്ടൻ, ഹയസ്റ്റ് പീക്ക് അത് കീഴടക്കാൻ ഏകദേശം 800 പേരാണ് ഒരു വർഷം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇതനുസരിച്ച് നേപ്പാൾ ഇപ്പോൾ ഫീസ് കൂട്ടി. കാരണം നേപ്പാളിൻ്റെ ഒരേ ഒരു വരുമാനം എന്ന് പറയാൻ പറ്റും, അതായത് ഈ ഒരു ഫീസ് ആണ് നേപ്പാളിന് സാമ്പത്തികമായിട്ട് നേപ്പാളിനെ പിടിച്ചു നിർത്തുന്ന ഒരു എമൗണ്ട്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ ടു ഹോസ്റ്റ് ഫിഡെ ചെസ് വേൾഡ് കപ്പ് 2025. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഫിഡെ ചെസ് വേൾഡ് കപ്പ് ഇത് ഇന്ത്യയാണ് ഈ പ്രാവശ്യം അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഫിഡെ ചെസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് 2025 ഫിഡെ ചെസ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഫിഡെ ചെസ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് സിംഗപ്പൂരിൽ വെച്ചാണ്. നവംബർ 25 മുതൽ ഡിസംബർ 12 വരെയായിരുന്നു സിംഗപ്പൂരിൽ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത്. ഫിഡെ ചെസ് ലോകകപ്പിൽ ഏതൊക്കെ 2 തരം മത്സരങ്ങളാണ് ഉള്ളത്? ബ്ലിറ്റ്സും റാപ്പിഡും. 2 ടൈപ്പ് മത്സരങ്ങളാണ് ഫിഡെ ചെസ് വേൾഡ് കപ്പിൽ ഉള്ളത്. ഒന്ന് ബ്ലിറ്റ്സ്, മറ്റൊന്ന് റാപ്പിഡ് ആണ്.
ഈ 2 മത്സരങ്ങളിലാണ് മിക്കവാറും എല്ലാവരും മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ബ്ലിറ്റ്സ് ചാമ്പ്യൻ ആയിട്ടുള്ളത് വേൾഡിൽ പറയുമ്പോൾ അത് മാഗ്നസ് കാൾസൺ ആണ്. ചെസ്സിലെ കാൻഡിഡേറ്റ് ടൂർണമെന്റിനുള്ള കവാടം ഏത് ചെസ് ടൂർണമെന്റാണ്? ഫിഡെ ചെസ് വേൾഡ് കപ്പ്. അതായത് ഫിഡെ ചെസ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചെസ് ടൂർണമെന്റ് ആണ് കാൻഡിഡേറ്റ് ടൂർണമെന്റ്. എന്നാൽ ഇതിൽ കേവലം 8 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫിഡെ ചെസ് വേൾഡ് കപ്പിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് നേടുന്നവർക്ക് മാത്രം പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് കാൻഡിഡേറ്റ് ടൂർണമെന്റ്. 2024 കഴിഞ്ഞ വർഷം കാൻഡിഡേറ്റ് ടൂർണമെന്റ് വിജയിച്ചിട്ടുള്ളത് ഡി ഗുഗേഷ് ആണ് 17ാമത്തെ വയസ്സിൽ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു ചെസ് ചാമ്പ്യൻ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ളത്. ഫിഡെ ചെസ് ചാമ്പ്യൻഷിപ്പ് കാൻഡിഡേറ്റ് ടൂർണമെന്റ് ഇത് ആരംഭിച്ചിട്ടുള്ളത് 1950ലാണ്. 1950ലാണ് കാൻഡിഡേറ്റ് ടൂർണമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. 2025 ഫിഡെ ചെസ് ലോകകപ്പ് ഏത് തീയതിയിലാണ് നടക്കുക? 2025 ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെ. ഈ വർഷം 2025 ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെയാണ് ഫിഡെ ചെസ് ലോകകപ്പ് നടക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ഫിഡെ ചെസ് ലോകകപ്പ് ഇതിന്റെ ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യം അത് ഇന്ത്യയാണ്. MDL TKMS bid for P-75I submarine tender clears technical evaluation. P-75I അന്തർവാഹന ടെൻഡറിനുള്ള MDL TKMS ബിഡ് സാങ്കേതിക വിലയിരുത്തൽ പാസാക്കി. P-75I സബ്മറൈൻ ടെൻഡറിനെ കുറിച്ച് ഇതിനു മുമ്പും കറണ്ട് അഫയേഴ്സിൽ വന്നിരുന്നു. അതായത് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സബ്മറൈൻ ആണ്. ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനിയും അതുപോലെ തന്നെ പുറം രാജ്യത്തെ ഏറ്റവും സാങ്കേതികമായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഷിപ്പിംഗ് കമ്പനിയായിട്ട് സഹകരിച്ച് നിർമ്മിക്കാനുള്ള ആ ഒരു തീരുമാനപ്രകാരം ഉള്ള ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ ഇപ്പോൾ പാസ്സായി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ആണ് ഹിന്ദു പേപ്പറിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. P-75I അന്തർവാഹന ടെൻഡറിനുള്ള ബിഡ് ഇന്ത്യയിൽ നിന്നുള്ള ഏത് കപ്പൽ നിർമ്മാണ കമ്പനിയാണ് നേടിയത്? മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL. മുംബൈയിലുള്ള മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് P-75I അന്തർവാഹന ടെൻഡറിനുള്ള ആ ഒരു ബിഡ്, ആ ഒരു കരാർ കരസ്ഥമാക്കിയിട്ടുള്ളത്. പ്രൊജക്ട് 75I പ്രകാരം എത്ര നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിക്കും? 6. 75I പ്രൊജക്ട് പ്രകാരം 6 സബ്മറൈൻസ് ആണ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6 സബ്മറൈൻസ് ആണ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യയിലെ മുംബൈയിലുള്ള മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് MDL ആണ് നിർമ്മിക്കാൻ പോകുന്നത്. പ്രൊജക്ട് 75I പ്രകാരം നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാൻ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ഏത് ഷിപ്പിംഗ് കമ്പനിയും സഹകരിച്ചു? ജർമ്മനിയുടെ TKMS ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം. അതായത് MDL എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിയും ജർമ്മനിയിലെ TKMS അതായത് ടൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം സഹകരിച്ചാണ് പ്രൊജക്ട് 75I എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അന്തർവാഹിനി കപ്പൽ നിർമ്മിക്കാൻ പോകുന്നത്. ഏകദേശം 43,000 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആണ്. അതായത് അത്രയും വലിയൊരു പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ 6 സബ്മറൈൻസ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. പ്രൊജക്ട് 75I പ്രകാരം നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ബിഡ് നേടുന്നതിൽ ഏത് കമ്പനി പരാജയപ്പെട്ടു? ലാസൻ ആൻഡ് ടബ്രോ LNT ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് നവാന്തിയ ഓഫ് സ്പെയിൻ. സ്പെയിനിലെ നവാന്തിയുമായി സഹകരിച്ച് ലാസൻ ആൻഡ് ടബ്രോ ഈ ഒരു 6 കപ്പൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇത് വിജയിച്ചിട്ടുള്ളത് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡും ജർമ്മനിയിലെ TKMS എന്ന കമ്പനിയുമാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ട്രൈബൽ വുമൻ ടു മേക്ക് GI ടാഗ്ഡ് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഗോത്രവർഗ സ്ത്രീകൾ GI ടാഗ് ചെയ്ത വിർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മിക്കും. GI നമുക്കറിയാം, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അതായത് ഏതൊരു പ്രൊഡക്റ്റും ആ പ്രത്യേക പ്രദേശത്ത് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് മാത്രം ഉള്ള ഒരു ഐറ്റംസ് അതിന് ലഭിക്കുന്ന ഒന്നാണ് GI ടാഗ്. ഇതനുസരിച്ച് ഇപ്പോൾ ട്രൈബൽ വുമൻസ് അവർ നിർമ്മിച്ചിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഇതിന് GI ടാഗ് ലഭിച്ചു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിർജിൻ കോക്കനട്ടിനുള്ള GI ടാഗ് ലഭിച്ച ജില്ല ഏതാണ്? നിക്കോബാർ ജില്ല. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലെ നിക്കോബാർ ഡിസ്ട്രിക്റ്റിലാണ്
ഗോത്രവർഗ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വെളിച്ചെണ്ണയാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഈ ഒരു വെളിച്ചെണ്ണ. ഇതിനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ GI ടാഗ് ലഭിച്ചിരിക്കുകയാണ്. വിർജിൻ കോക്കനട്ട് ഓയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലെ നിക്കോബ ഡിസ്ട്രിക്ട് ആണ്. വിർജിൻ ഓയിൽ ഉൽപ്പാദനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് എപ്പിസോഡിലാണ് പരാമർശിച്ചത്? മൻ കി ബാത്തിന്റെ 118 എപ്പിസോഡ്. വിർജിൻ കോക്കനട്ട് ഓയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച ഒരു എപ്പിസോഡ് ആണ് മൻ കി ബാത്തിന്റെ 118 എപ്പിസോഡ്. മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയാണ്. എല്ലാ മാസം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 118 എപ്പിസോഡിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി നിക്കോബാർ ജില്ലയിലെ ട്രൈബൽ വുമൻസ് നിർമ്മിക്കുന്ന കോക്കനട്ട് ഓയിലിനെ കുറിച്ച്, അതായത് വിർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ചുള്ള GI ടാഗ് ലഭിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ജസ്റ്റിസ് അലോക് ആരാധെ വാസ് സ്വോൺ ഇൻ ആസ് ദി ന്യൂ ചീഫ് ജസ്റ്റിസ് ഓഫ് ബോംബെ ഹൈക്കോർട്ട്. ജസ്റ്റിസ് അലോക് ആരാധെ ബോംബെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് അലോക് ആരാധെ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ്. 48ാമത്തെ ബോംബെ ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് അലോക് ആരാധെ സത്യപ്രതിജ്ഞ ചെയ്തു. ജസ്റ്റിസ് അലോക് ആരാധെ അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ ഗവർണർ CP രാധാകൃഷ്ണൻ ആണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. സാധാരണയായി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർ. ഏതൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരിക്കുള്ളൂ ആ സംസ്ഥാനത്തിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇതനുസരിച്ച് ബോംബെ ഹൈക്കോടതിയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയി ജസ്റ്റിസ് അലോക് ആരാധെക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് ഗവർണർ CP രാധാകൃഷ്ണൻ ആണ്. മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ ഗവർണർ ആണ് CP രാധാകൃഷ്ണൻ. ഡൽഹി ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ. ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായാണ് ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്. ജനുവരി 21-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയാണ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. ഡൽഹിയിലെ ഇപ്പോഴത്തെ ഗവർണർ ആണ് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, കെനിയ ഓൺ ഹൈ അലേർട്ട് ആഫ്റ്റർ ടാൻസാനിയ കൺഫേംസ് മാർബർഗ് ഔട്ട്ബ്രേക്ക്. ടാൻസാനിയ മാർബർഗ് പകർച്ചവ്യാധി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കെനിയ അതീവ ജാഗ്രതയിലാണ്. മാർബർഗ് എന്ന് പറയുന്ന ഒരു വൈറസ് ഇത് ടാൻസാനിയയിൽ സ്ഥിരീകരിച്ചു. ഇതനുസരിച്ച് കെനിയ, അയൽ രാജ്യമായിട്ടുള്ള കെനിയ വളരെയധികം അലേർട്ട് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജനുവരി 20-ന് ഏത് രാജ്യത്താണ് മാർബർഗ് വൈറസ് രോഗം MVD റിപ്പോർട്ട് ചെയ്തത്? ടാൻസാനിയ. ഇപ്പം ടാൻസാനിയയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് MVD എന്ന് പറയുന്ന മാർബർഗ് വൈറസ് ഡിസീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു വൈറസ് അല്പം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വൈറസ് ആണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒന്നാണ് പനി, വിറയൽ, തലവേദന, പേശിവേദന, ചർമ്മം പൊട്ടൽ, മുടി കൊഴിച്ചിൽ എന്നിവയെല്ലാം. സാധാരണയായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനൊരു വാക്സിൻ ഇല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതൊരു സീരിയസ് ആയിട്ട് പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. എന്നാൽ ഇതുവരെയായിട്ടും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു അസുഖമാണ് മാർബർഗ് വൈറസ് ഡിസീസ്. ഏത് വർഷത്തിലാണ് ആദ്യമായി മാർബർഗ് വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്തത്? 1967. 1967 മാർബർഗ് വൈറസ് ഡിസീസ് MVD എന്ന ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏത് രാജ്യത്തെ നഗരത്തിന്റെ പേരാണ് മാർബർഗ് വൈറസ് രോഗത്തിന് മാർബർഗ് എന്ന പേര് നൽകിയത്? ജർമ്മനി. ജർമ്മനിയിലെ ഒരു സിറ്റിയാണ് മാർബർഗ്. ഈ സിറ്റിയുടെ പേരാണ് മാർബർഗ് വൈറസ് ഡിസീസിന് നൽകിയിട്ടുള്ളത്. 1967 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു വൈറസ് ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത് ജർമ്മനിയിലെ മാർബർഗ്, അതുപോലെ തന്നെ ബെൽഗ്രേഡ്, സെർബിയ എന്നീ രാജ്യങ്ങളിലാണ്. എന്നാൽ ജർമ്മനിയിലെ മാർബർഗ് എന്ന സിറ്റി, ആ സിറ്റിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്.
ലേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.